ആംബുലൻസിനുള്ളിലെ 5 വയസ്സുകാരന്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാൻ കാത്തിരിക്കേണ്ടി വന്നത് 2 മണിക്കൂറിലധികം സമയം. പാലക്കാട് ജില്ലാ ആശുപത്രി അധികൃതരാണ് മൃതദേഹത്തോട് പോലും ക്രൂരത കാട്ടിയത്. പാലക്കാട് പുതുപ്പരിയാരം മുല്ലക്കര ആദിവാസി ഉന്നതിയിലെ ഗിരിജയ്ക്കാണ് സ്വന്തം മകന്റെ ചേതനയേറ്റ ശരീരം ഫ്രീസറിൽ സൂക്ഷിക്കാൻ അധികൃതരുടെ കാല് പിടിക്കേണ്ടി വന്നത്. ജില്ലാ ആശുപത്രിയിലെത്തിയ ബന്ധുക്കളോട് കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ രാജേഷ് നിങ്ങൾ പുറത്തിറങ്ങിപ്പോകണമെന്ന് ശകാരിക്കുകയും ചെയ്തതായി പരാതിയുണ്ട്. ജന്മനാ ശ്വാസകോശ സംബന്ധമായ അസുഖബാധിതനായ കെവിൻ രാവിലെ 11 മണിയോടുകൂടി പുതുപ്പരിയാരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ജീവൻ നഷ്ടമാകുന്നത്. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. 11:45 പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസിൽ മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചു. ആംബുലൻസ് ഡ്രൈവറും ബന്ധുക്കളും കാഷ്വാലിറ്റിയിലെത്തി വിവരം അറിയിച്ചു. 1 മണിക്കൂറിന് ശേഷം പറയുന്നു കുട്ടിയായതുകൊണ്ട് സമീപത്തെ വനിതാ ശിശു ആശുപത്രിയിലേക്ക് എത്തിക്കാൻ. വനിതാ ശിശു ആശുപത്രിയിൽ മോർച്ചറി സൗകര്യമില്ലെന്ന് പറഞ്ഞ് വീണ്ടും ജില്ലാ ആശുപത്രിയിലേക്ക്. ഒടുവിൽ കൂടി നിന്നവർ ബഹളം വെച്ചതോടെയാണ് 2 മണിയോടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഇന്നലെയും സമാനമായി മറ്റൊരു മൃതദേഹം ആംബുലൻസിൽ നിന്നും മോർച്ചറിയിലേക്ക് മാറ്റിയത് 1 മണിക്കൂറിന് ശേഷമാണ്.